തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലെ പള്ളത്തുവടുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു രാജ എന്ന് പറയുന്ന ഒരാളും ആളുടെ ഭാര്യയായിട്ടുള്ള ശരണ്യയും താമസിച്ചിരുന്നത്. ഇവർക്ക് രണ്ട് ആൺമക്കളായിരുന്നു. അതിൽ മൂത്ത കുട്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്, ബുദ്ധിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ടിരുന്നില്ല. രണ്ടാമത്തെ കുട്ടി നല്ല ആക്റ്റീവായിരുന്നു. ആ ഒരു കുട്ടിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുട്ടി സാധാരണ പോലെ തന്നെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു വിവാഹ ജീവിതം ഏകദേശം ഒരു 12 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഡിവോഴ്സ് കേസും മറ്റൊക്കെ ഫയൽ ചെയ്തു. ശരണ്യ ഒരു സമയത്ത് തൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ്റെ പേര് ഗുണശേഖരൻ എന്നായിരുന്നു. ആള് ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. പുതുക്കോട്ടയിലെ തന്നെ അണ്ണാനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നു ശരണ്യ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഡിവോഴ്സിൻ്റെ കേസും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടിയുടെ ക്ലാസ്സും കാര്യങ്ങളൊന്നും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടി തിങ്കൾ തുടങ്ങിയിട്ട് എന്താ പറയുക വെള്ളി വരെ അച്ഛൻ്റെ കൂടെയും അതിനുശേഷം ആ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരും. അവിടെ നിന്ന് ശരണ്യ പോയിട്ട് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരും. പിന്നീട് ഞായറാഴ്ച എന്താ പറയുക ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അവിടെ രാജ വന്നിട്ട് ആ ഒരു കുട്ടിയെ പിക്ക് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു ആ ഒരു കുട്ടിയുടെ ലൈഫ് അതിൻ്റെ ഇടയിലൂടെ നടന്നിരുന്നത്. ആലോചിച്ച് നോക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ കാര്യം വലിയ കഷ്ടമാണ്. 2017 ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ കേസൊക്കെ ഏകദേശം തീരാറായി. ഇനി ഒരു ഹിയറിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിപാടി കഴിയും. അന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 30, 2017. അപ്പോൾ അന്നേ ദിവസം ഈ കുട്ടി ശരണ്യയുടെ വീട്ടിലായിരുന്നു. അന്നൊരു വൈകുന്നേരം 4 മണിക്ക് ആയപ്പോഴത്തേനും എന്താ പറയുക ആ കുട്ടീനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് രാജയുടെ അവിടെ നിന്ന് കോൾ വരികയാണ്. അപ്പോൾ ഒരു വൈകുന്നേരം 4 മണി ടൈമിലൊക്കെ തൻ്റെ വീട്ടിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ശരണ്യയെ ആരും തന്നെ കണ്ടിട്ടില്ല. എന്താണ് ശരണ്യക്ക് സംഭവിച്ചത്? അപ്പോൾ രാജയുടെയും ശരണ്യയുടെയും സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ജൂലൈ 30 ശരണ്യ തൻ്റെ രണ്ടാമത്തെ മകനെയും കൊണ്ടുപോയിട്ട് ശരണ്യ വീട്ടിൽ തിരിച്ചെത്തിയില്ല. ആ മകന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ശരണ്യയെ എല്ലാവരും അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരണ്യയെ അവസാനമായിട്ട് കണ്ടത് ഒരു പയ്യനാണ്. ഒരു പയ്യൻ ഇങ്ങനെ സൈക്കിളിലോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ശരണ്യയെ ലാസ്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ശരണ്യ ഒരു കാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയായിരുന്നെന്നും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു കാറിൽ കയറി പോയെന്നും ഈ ഒരു പയ്യൻ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ കുറേ കാര്യങ്ങൾ പറഞ്ഞു വരുത്താണ്. ഈ ശരണ്യക്ക് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു പയ്യൻ്റെ കൂടെ ശരണ്യ ഒളിച്ചോടി പോയതാണ്, എനിക്കിത് മുമ്പേ അറിയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് നാട്ടിൽ മുഴുവൻ ഇത് പറഞ്ഞു വരത്തി. ഈ പറഞ്ഞത് നാട്ടുകാരും വിശ്വസിച്ചു. ശരണ്യയുടെ 2 കുട്ടികളെയും ആ ഒരു പ്രായമായ സമയത്ത് ഈ ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. ഇയാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയായിരുന്നു. അതിനുശേഷം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലിനെ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. അതായത് ആ ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ ഒളിച്ചോടി പോയി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ ആ ഒരു ഫാമിലിനെ എന്താ പറയുക ഫങ്ഷൻസിനൊന്നും വിളിക്കാതെയായി. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഒറ്റപ്പെടുത്തി. ആ ഒരു സമയത്ത് നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചു ശരണ്യ ഓടിപ്പോയെന്ന്. അങ്ങനെയുള്ള ആ ഒരു സമയത്തും ഈ അച്ഛനുണ്ടല്ലോ ആള് അതിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ആളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ശരണ്യയുടെ അച്ഛനായിട്ടുള്ള ഗുണശേഖരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ഈ ആൺകുട്ടി ചെറുപ്പത്തിലെ കിണറ്റിൽ വീണിട്ട് മരിച്ചു പോവുകയാണ്. പിന്നീട് ആകപ്പാടെ ശരണ്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രത്തോളം സ്നേഹിച്ചിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടിയെ ആളിങ്ങനെ വളർത്തിക്കൊണ്ടു വന്നത്. പിന്നീടാണ് മകളുടെ വിവാഹം കഴിയുന്നതും ഇതുപോലെ തന്നെ 2 കുട്ടികൾ ഉണ്ടാവുന്നതും പിന്നീട് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ മകളെ കാണാതാകുന്നതും. ആ ഒരു സമയത്ത് ഇയാൾക്ക് ഉണ്ടായിരുന്ന ഒരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യ എന്തിനെ ഈ ഒരു സമയത്ത് ഒളിച്ചോടി പോകണം എന്നുള്ളതായിരുന്നു. അതായത് കേസിൻ്റെ വിധി വരാനായിട്ട് ഒരാഴ്ച 1-2 ആഴ്ചയൊക്കെ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് ഡിവോഴ്സ് കിട്ടിയിട്ട് ആരുടെ അടുത്തോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കൂടായിരുന്നു എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ആള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാണ് ഉണ്ടായത്. ആ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടും വലിയൊരു അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസുകാർ അന്വേഷിച്ചിട്ടും ഈ ഒരു ശരണ്യയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇയാൾ അടുത്തതായിട്ട് കോടതിയെ സമീപിച്ചു, ഹേബിയസ് കോർപ്പസ് കൊടുത്തു. എന്നാൽ അതിനും എന്താ പറയുക ഒരു ഉത്തരം കിട്ടിയില്ല. എന്നിട്ടും പോലീസുകാർക്ക് ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ കോടതി ഈ ഒരു കേസ് CBCIDക്ക് കൈമാറുകയാണ്. അപ്പോൾ അവർ അന്വേഷണം ആരംഭിച്ചു. അവർ ഇതേപോലെ തന്നെ രാജയുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റുമൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. ആളുടെ ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് മലേഷ്യയിലുള്ള ആളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ കോളുകളും മറ്റുമൊക്കെ ടാപ്പ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ടാപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സാധനം ഇവർക്ക് കിട്ടുകയാണ്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കൊല എങ്ങാനും പോലീസുകാർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു അത്.
ഇത്രത്തോളം കേട്ടപ്പോൾ തന്നെ CBCID ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു മിസ്സിങ് കേസ് അല്ല, ഒരു മർഡർ കേസ് ആണെന്നുള്ളത്. അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജയെ അവർ നോട്ട് ചെയ്തു, അതായത് ആളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മലേഷ്യയിൽ പോയിട്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഇയാളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, രാജയുടെ ഫ്രണ്ടിനെ, ആളെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ആളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഏകദേശം ഒരു ഫുൾ പിക്ചർ പോലീസിന് ലഭിക്കുന്നത്. ഈ ഗുണശേഖരന് മകളെ പഠിപ്പിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ ശരണ്യ 10ാം ക്ലാസ്സിൽ തോൽക്കുകയാണ്. അതിനുശേഷം ശരണ്യക്ക് പഠിക്കാനൊന്നും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഗുണശേഖരൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ ഉണ്ടാക്കുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ രാജ ഈ പെൺകുട്ടിയെ കാണുന്നത്. അങ്ങനെ ഈ രാജ ഈ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കാനായിട്ട് തുടങ്ങി. അവസാനം ഇവർ തമ്മിൽ പ്രണയത്തിലാകുകയും ചെയ്തു. ഇവർ പ്രണയത്തിലായതിനു ശേഷം ഈ രാജ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഗുണശേഖരൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ മകളും പ്രണയത്തിലാണ്, അതുപോലെ തന്നെ എനിക്കാരുമില്ല, എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, അതുപോലെ തന്നെ സിബ്ലിങ്സ് ഒന്നുമില്ല, എനിക്കൊരു സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ച് തരണം, അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ ഈ ഒരു അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഗുണശേഖരൻ പറഞ്ഞു, ഇല്ല, അവൾക്ക് വിവാഹപ്രായവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അവളിപ്പോഴും ചെറിയ കുട്ടിയല്ലേ, കുറച്ച് കാലം കഴിയട്ടെ, വിവാഹപ്രായമൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ രാജ നിർത്തിയില്ല. രാജ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഗുണശേഖരൻ്റെ വീട്ടിൽ വരാനായിട്ട് തുടങ്ങി. ആളുടെ സംസാരത്തിൻ്റെ ടോണൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി. നിങ്ങൾ മര്യാദക്ക് വിവാഹം കഴിപ്പിച്ച് തരുന്നുണ്ടോ ഇല്ലയോ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകും, പിന്നെ അങ്ങനെയായിരിക്കും, ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് ജീവിക്കും, അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞു. ശരണ്യാണെന്നുണ്ടെങ്കിലും ആളുടെ കൂടെ പോകുമെന്ന് പറഞ്ഞു. അവസാനം ഗുണശേഖരന് വേറെ നിവൃത്തിയില്ലാതെ 2005 ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ്. അത്രകാലം നല്ല രീതിയിൽ പോയ ആ ഒരു ജീവിതം അതിനുശേഷം നരക തുല്യമാവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജയ്ക്ക് ശരണ്യയെ സംശയമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളൊരു സംശയരോഗിയായിരുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഫിസിക്കൽ അബ്യൂസും മെൻ്റൽ അബ്യൂസും ഒക്കെ സ്ഥിരമായിരുന്നു. ആ ഒരു പെൺകുട്ടി ഒരു പ്രാവശ്യം ബൈക്കിൽ നിന്ന് തള്ളിയിട്ട് കൈയൊടിഞ്ഞു. അതേപോലെ തന്നെ ഒരു തവണ മുഖത്ത് തലയാണ് കൊച്ചിങ്ങേറ്റ് കൊല്ലാനായിട്ട് നോക്കി. പിന്നീട് നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ കൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത്തരത്തിലുള്ള ഒരുപാടധികം യാതനകൾ ആ ഒരു പെൺകുട്ടി അനുഭവിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ശരണ്യ പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പോൾ ശരണ്യ വിചാരിച്ചു, ഓക്കെ, ഇനിയെങ്കിലും തൻ്റെ ഹസ്ബൻഡ് നന്നാവും, ഇനി ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവില്ലേ, പുതിയൊരു ജീവിതം തുടങ്ങല്ലേ, ഇനി എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വാർത്ത തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. ആള് സന്തോഷിക്കുന്നതായിരുന്നു ശരണ്യ കരുതിയത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഇതാരുടെ കുഞ്ഞാണെന്നുള്ളതായിരുന്നു ആൾ ചോദിച്ചത്. ഇതെൻ്റെ കുഞ്ഞല്ല, എന്തായാലും അബോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം ആള് പറഞ്ഞു. അപ്പോൾ ശരണ്യ അതിന് സമ്മതിച്ചില്ല. എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കുഞ്ഞിനെ ഞാൻ കൊല്ലാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ അടി ഉണ്ടാവുകയാണ്. ആ ഒരു അടി സ്ഥിരമായിരുന്നു. അങ്ങനെ ഏകദേശം നിറഗർഭിണിയായി നിൽക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും ഇതേപോലെ ഒരു അടി ഉണ്ടായ സമയത്ത് ഇയാൾ ആ ഒരു വയറ്റിലോട്ട് ഒരു ചവിട്ട് വെച്ച് കൊടുക്കാനുണ്ടായത്. ആ ഒരു സമയത്ത് ശരണ്യ നിലത്ത് വീട് പോയി. പിന്നീട് ശരണ്യയുടെ പാരൻസ് നേരെ ശരണ്യ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഡോക്ടേഴ്സ് ചെക്കൊക്കെ ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞു, കുഞ്ഞ് മരിച്ചിട്ടില്ല, എന്നാലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ കുഞ്ഞിൻ്റെ തലഭാഗത്തോട്ടാണ് ചവിട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ സിവിയറായിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി എന്താ പറയുക, മെൻ്റലി ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ആ ഒരു കുഞ്ഞ് ജനിക്കുന്നതും ആ കുഞ്ഞിന് ബുദ്ധിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും. ഇതിന് ശേഷവും ഇതേപോലെ തന്നെ സ്ഥിരമായിട്ട് അടി ഉണ്ടാവുകയാണ്. ഈ ശരണ്യാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കും, കുറച്ച് നാൾ തൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കും, അതിനുശേഷം വീണ്ടും ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകും, പിന്നെ അവിടെ അടി ഉണ്ടാവും, പിന്നെ തിരിച്ചു വരും. അങ്ങനെയായിരുന്നു അവരുടെ ലൈഫ്. ആ ഒരു കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലായിരുന്നു അവരുടെ ഒരു എന്താ പറയുക ലൈഫിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പാർട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശരണ്യ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണ്. ഇത്തവണയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ തന്നെ സെയിം ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇതെൻ്റെ കുഞ്ഞല്ല, ഇതിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാൽ ശരണ്യ അതിന് സമ്മതിച്ചില്ല. അവസാനം ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ രണ്ടാമത്തെ കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു എന്താ പറയുക, അവരുടെ വിവാഹം കഴിഞ്ഞിട്ടൊരു 10-12 കൊല്ലമൊക്കെ കഴിഞ്ഞു. 2017 ആ ഒരു സമയത്ത് ഇതേപോലെ തന്നെ തല്ല് പിടിച്ച് ശരണ്യ വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു രാജ ഇതേപോലെ തന്നെ ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നത്, ഡിവോഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് കേസ് നടന്നു, ഏകദേശം തീർപ്പായതായിരുന്നു. ശരണ്യക്ക് ജീവനാംശമായിട്ട് മാസം 4000 രൂപയും ആ ഒരു ബുദ്ധിക്ക് കുറച്ച് പ്രശ്നമുള്ള ആ ഒരു കുഞ്ഞിന് 4000 രൂപ, അതായത് ടോട്ടൽ 8000 രൂപ ഇയാൾ അവർക്ക് കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക ഫൈനൽ ആ ഒരു എന്താ പറയുക ഹിയറിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു വിധി വരുമായിരുന്നു. അപ്പോൾ ആൾ എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വന്നേനെ. ആ ഒരു 8000 രൂപ മാസം കൊടുക്കാനായിട്ട് ആൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരണ്യെ അങ്ങോട്ട് ഇല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പൈസ കൊടുക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ആൾ തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഹെൽപ്പ് തേടി
അതിനുശേഷം ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെയാണ് ജൂലൈ 30-ന് ആ ഒരു സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത്. തട്ടിക്കൊണ്ടുപോയതായിരുന്നു ആക്ച്വലി. എന്നിട്ട് അവരുടെ നാടിനടുത്തുള്ള ചമ്പ്രംപട്ടി എന്ന് പറയുന്ന ഏരിയയിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് കൊണ്ടുപോയി ഇവരെല്ലാവരും കൂടെയും ആ ഒരു പെൺകുട്ടിയെ തല്ലിക്കൊന്നതായിട്ടാണ് പറയുന്നത്. അതിനുശേഷം അവിടെ ആ ഒരു ബോഡി മറവ് ചെയ്തു. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു വന്നു. അതിനുശേഷം ആ ഒരു പെൺകുട്ടി വേറെ ഏതോ പയ്യൻ്റെ കൂടെ ഓടിപ്പോയെന്നുള്ള രീതിയിൽ കഥ പടച്ചു വിടുകയും ചെയ്തു. നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം കേൾക്കാൻ നിൽക്കുകയായിരുന്നു. അവരൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയുക, ശരണ്യയുടെ ഫാമിലിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ശരണ്യ മരിച്ച് ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 2020-ലാണ് CBCID ഈ ഒരു കേസ് സോൾവ് ചെയ്യുന്നത്. ഏകദേശം 3 വർഷത്തോളം എടുത്തു ഈ ഒരു കേസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ 3 വർഷവും രാജ കുട്ടികളുടെ കാര്യം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കുട്ടികളെ കാണാൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അച്ഛനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അമ്മയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ കൊന്നുകളയുകയും ചെയ്തു. ആ 2 പിള്ളേരും എന്താ പറയുക, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെയും അങ്ങനെ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. എന്താണല്ലേ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൂത്ത മകൻ നമ്മളൊക്കെ പോലെ സാധാരണഗതിയുള്ളൊരു ലൈഫ് നയിക്കേണ്ട ഒരാളായിരുന്നു. ഇയാളുടെ ഒരു എന്താ പറയുക, ചിന്തിക്കാതുള്ള പെരുമാറ്റവും കാര്യങ്ങളും അക്രമമൊക്കെ കാരണം ആ ഒരു പയ്യൻ്റെ ലൈഫ് പോയി. ആ പയ്യൻ്റെ ലൈഫ് മാത്രമല്ല പോയത്, അതായത് ആളുടെ ലൈഫ് തന്നെ പോയി, ആളുടെ ഫാമിലി ഇല്ലാതായി, ആളുടെ വൈഫിൻ്റെ ഫാമിലി ആകെപ്പാടെ താറുമാറായി. അതേപോലെ തന്നെ ഇയാളിതിന് വിളിച്ച അതിന് വന്ന ഫ്രണ്ട്സിൻ്റെ ലൈഫ് പോയി. അങ്ങനെ ചുരുക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ കാരണം ഒരുപാടധികം എന്താ പറയുക, ഫാമിലീസ് തന്നെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് ആവുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ അകത്തായി. ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. Stay peaceful, guys. Stay safe.